നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭർത്താവ് മരിച്ചതറിയാതെ ഭർത്താവിന്റെ മൃതദേഹത്തിനൊപ്പം 3 നാൾ. ഭർത്താവിന്റെ മൃതദേഹത്തിൽ നിന്ന് പുഴുവ് അരിച്ചു തുടങ്ങിയിട്ടും ആ ഭാര്യ അറിഞ്ഞിരുന്നില്ല തന്റെ പ്രാണനാഥൻ മരണപ്പെട്ടു എന്നുള്ളത്. ഈ സംഭവമൊന്നും അറിയാതെ അദ്ദേഹത്തിനൊപ്പം ആ വീട്ടിൽ ആ യുവതി 3 ദിവസം കഴിയുകയായിരുന്നു. എഴുപുന്ന പഞ്ചായത്ത് 12-ാം വാർഡിൽ എരമല്ലൂർ തേരായി ഗോപി എന്ന് പറയുന്ന ആളാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. മാനസിക അസ്വസ്ഥതയുള്ള ആളാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ ഭർത്താവിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത്. മാനസികാസ്വസ്ഥതയുള്ള ഭാര്യ ഷീലയാണ് 3 നാൾ മുറിക്കിൽ തന്റെ ഭർത്താവിന്റെ അഴുകിയ മൃതദേഹത്തിനൊപ്പം തന്നെ കിടന്നുറങ്ങിയത്. ഷീല പകൽ അലക്ഷ്യമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നത് പതിവായിരുന്നു. 2-3 ദിവസമായിട്ട് പിന്നീട് ഇയാൾ എവിടെയെന്നത് അറിയാതെ വന്നപ്പോഴാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത്. ഞായറാഴ്ച രാവിലെ സമീപവാസിയായിട്ടുള്ള ചക്രപാണി ഗോപിയെ കണ്ടിരുന്നു എന്നാണ് വിവരം. ചക്രപാണിയാണ് ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഭാര്യ സഹോദരൻ രമേശൻ ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടി ആ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശോധനയ്ക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്കായിട്ട് ആ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇയാൾ ഗോപി നിലത്ത് വീണ് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് മനസ്സിലായത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാൾ മരണപ്പെട്ടു എന്നും മരണപ്പെട്ടിട്ട് ദിവസങ്ങളായി എന്നും മനസ്സിലാകുകയായിരുന്നു. ശരീരം ഒന്നടങ്കം പുഴുവരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാരും പഞ്ചായത്ത് അധികാരികളും ചേർന്ന് ഉടൻ തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതേസമയം ഒരു വശത്ത് തന്റെ ഭർത്താവിന് എന്ത് പറ്റി എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ മറുവശത്ത് തന്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു ഭർത്താവിന്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് പാലക്കാട് നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് എലുമ്പുല്ലാശ്ശേരിയിലാണ് കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയത്. ഇയാൾ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. കോട്ടയം സ്വദേശിയായിട്ടുള്ള അഞ്ചുമോൾ എന്ന് പറയുന്ന 24 വയസ്സുകാരിയാണ് മരണപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് വാക്കടപ്പുറം സ്വദേശി യോഗേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇരുവരും തമ്മിലുണ്ടായിട്ടുള്ള വഴക്കിനിടെ യോഗേഷ് അഞ്ജുവിന്റെ കഴുത്തിൽ പിടിച്ച് തള്ളുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതാണ് മരണത്തിന് കാരണമെന്നതാണ് കരുതുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ കൊലപാതക രീതികൾ വർദ്ധിച്ചു വരികയാണ് എന്നതാണ് ഈ ഒരു വാർത്ത കൂടെ പുറത്തു വരുമ്പോൾ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസവും നമ്മൾ സമാന രീതിയിലുള്ള പല കൊലപാതക വാർത്തകളും കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, അതായത് തലസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് എന്നുള്ളതും ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം അമ്മാവനെ, അതായത് ചെറിയച്ഛനെ കൊലപ്പെടുത്തിയിട്ടുള്ള മകന്റെയും വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനു മുമ്പ് ഈ പറയുന്നത് പോലെ 2 മക്കളും ഭാര്യയുമായിട്ട് കഴിഞ്ഞു പോന്നിരുന്ന ഒരു യുവാവ് സംശയത്തിന്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ വാർത്തയും നമ്മൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഓരോ ദിവസവും കേരളത്തിൽ ഇങ്ങനെയുള്ള ഞെട്ടിപ്പിക്കുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത ഓരോ കൊലപാതകങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിന്റെ ക്രമസമാധാന നില ഓരോ മണിക്കൂറിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വ്യക്തമാകുന്നത്. ചിലപ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ അല്ലെങ്കിൽ സംശയത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഇന്ന് സംസാരിച്ചു തീർക്കേണ്ടുന്ന പല വിഷയങ്ങളും കൊലപാതകത്തിൽ കലാശിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ പോകും, കുറ്റം തെളിയിക്കപ്പെടും, തീർച്ചയായിട്ടും അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ഇന്ന് പലരും കയ്യേറ്റത്തിലേക്കും അക്രമത്തിലേക്കും മാത്രം എത്തുന്നു എന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഭയം പലരിലും മാറി എന്നതിന്റെ കൂടെ ഒരു സൂചനയായിട്ടാണ് വ്യക്തമാകുന്നത്. ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങാം എന്നുള്ള ഒരു ധൈര്യമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പലരെയും പ്രേരിപ്പിക്കുന്നത് എന്നതും ഒരു ചോദ്യമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ, ഇത്തരത്തിലുള്ള കൊലപാതക അക്രമ റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.